നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ ആരാധകർക്ക് ആശ്വാസ വാർത്തയാണ്, അവർ കാത്തിരുന്ന വാർത്തയാണ്. MLS കപ്പിലെ സൂപ്പർ പെർഫോമൻസിന് ശേഷം ടാഡിയോ അല്ലൻ്റെയെ അവർക്ക് നഷ്ടമാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. സെൽറ്റ വിഗോയിൽ നിന്ന് ലോണിലാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഇന്റർ മയാമിയിൽ കളിച്ചത്. ഇപ്പോഴിതാ ഇന്റർ മയാമി താരത്തെ പെർമനൻ്റായി സൈൻ ചെയ്തിരിക്കുന്നു. ആശ്വാസ വാർത്തയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ടാഡിയോ അല്ലൻ്റെ ഈസ് സ്റ്റേയിങ് ഇൻ ഇന്റർ മയാമി. അതും നീണ്ട കാലത്തേക്കാണ്, പെർമനൻറ്റ് ട്രാൻസ്ഫറാണ്. സെൽറ്റ വിഗോയുമായിട്ട് ഇപ്പോൾ ഇന്റർ മയാമി സൈൻ ചെയ്ത് കഴിഞ്ഞു. അല്ലൻ്റെ 2030 വരെയാണ് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഗോൾ സ്കോറിംഗ് പെർഫോമൻസ് MLS കപ്പിൽ നടത്തിയതിന് ശേഷം 2030 വരെയാണ് പുതിയ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. വിത്തൗട്ട് DP സ്പോട്ട് അദ്ദേഹം ഇന്റർ മയാമിൽ തുടരുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അത്രയും മികച്ച പ്രകടനമാണ് MLS കപ്പിൻ്റെ പ്ലേ ഓഫിൽ അദ്ദേഹം നടത്തിയത്. 6 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 2 അസിസ്റ്റുകളും, അതായത് 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് 6 MLS പ്ലേ ഓഫ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. അപ്പോൾ മോസ്റ്റ് ഗോൾസ് ബൈ പ്ലെയർ ഇൻ എ സിംഗിൾ പോസ്റ്റ് സീസൺ ഇൻ MLS ഹിസ്റ്ററി, ആ ഒരു റെക്കോർഡിലേക്ക് കടന്നുപോയ താരമാണ് 26-കാരനായിട്ടുള്ള അല്ലൻ്റെ. അദ്ദേഹത്തെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അത് മാറി കിട്ടിയെന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്റർ മയാമിയുടെ ആരാധകരുള്ളത്. അർജൻറ്റീനക്കാരനാണ് താരം. ഇൻസ്റ്റിറ്റ്യൂട്ടോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഗൊഡോയ് ക്രൂസിലേക്ക് പോയി 2024 സെൽറ്റ വിഗോയിലേക്ക് ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് 2025 ഇന്റർ മയാമിയിലേക്ക് ലോണിലെത്തിയത്. ഇപ്പോഴേതായാലും അദ്ദേഹം അവിടെ പെർമനൻ്റായിട്ട് 2030 വരെ സൈൻ ചെയ്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.